بسم الله الرحمن الرحيم الذين كفروا وصدوا عن سبيل الله أضل أعمالهم അവിശ്വസിക്കുകയും അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുകയും ചെയ്തവരാരോ അവരുടെ കർമ്മങ്ങളെ അല്ലാഹു പാഴാക്കി കളയുന്നതാണ്. اللهم صل وسلم على رسولك ونبيك محمد وعلى آله وصحبه أجمعين أما بعد. വേദിയിലെ പ്രസ്ഥാന നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, സദസ്സിലെ സഹോദരങ്ങളെ, നമ്മളുടെ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഈ ക്യാമ്പിൻ്റെ ശ്രദ്ധേയമായ ഒരു സെഷൻ ബാക്കി നിൽക്കെ പ്രോഗ്രാമിലെ അവസാനക്കാരൻ കുറെ കൂടെ നേരത്തെ വേദിയിലെത്തിയതാണ്. ഇത് സമാപന പ്രസംഗമാണെന്ന് കരുതി ആരും എഴുന്നേൽക്കരുത് എന്നതുകൊണ്ടാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ആദ്യം അങ്ങനെ പറയുന്നത്. വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ടിയിരുന്ന നമ്മുടെ പ്രാസംഗിക എത്തിയിട്ടില്ല. അവർ പക്ഷേ പുറപ്പെട്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ എത്തിയിട്ടില്ല എന്നൊരവസ്ഥയിൽ നമ്മൾ ഈ പരിപാടി മുമ്പോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മൾ ഇതുപോലെയുള്ള ഒരു ക്യാമ്പിലിരുന്നു കൊണ്ട് ബഹുമാന്യ സുഹൃത്ത് ഗഫൂർ പറഞ്ഞു വെച്ച ഒരു വിഷയം, ആ വിഷയം കേട്ടുകൊണ്ടിരുന്ന ഞാനും നിങ്ങളും ആ വിഷയത്തോടൊപ്പം ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമാധാനത്തെക്കുറിച്ചും സ്വൈര്യമായ ജീവിതത്തെക്കുറിച്ചും അത് നഷ്ടപ്പെടുത്തുന്ന വസ്തുക്കളെക്കുറിച്ചും അതിനോടുള്ള ഒരു അടങ്ങാത്ത വെറുപ്പും പകയുമൊക്കെ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സംസാരം കേട്ടിട്ടുണ്ടാവുക. ഇന്ന് നമ്മൾ ജീവിക്കുന്ന സാമൂഹിക ചുറ്റുപാടിനെക്കുറിച്ച് പറയാൻ ഒരാൾ ഒരുമ്പെട്ടാൽ അതിന് തന്നെ വേണം 1-1.5 മണിക്കൂറുകൾ. പക്ഷെ അത് കേട്ടുകൊണ്ടിരിക്കുവാനുള്ള ഒരു പരുവത്തിലുള്ള ഒരു സദസ്സോ അങ്ങനെയുള്ള ആളുകളോ അല്ല മുമ്പിലുള്ളതും പിമ്പിലുള്ളതും. മാത്രവുമല്ല, അങ്ങനെയുള്ള അശ്ലീകരങ്ങൾ സമൂഹമധ്യത്തിൽ പെരുപ്പിച്ച് പറയുന്ന നല്ലതല്ലതാനും. പക്ഷേ ഇതിന് സമാനമായ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടുണ്ട് മുമ്പ്. 1400 സംവത്സരങ്ങൾക്കപ്പുറം മക്ക മണലാരണ്യത്തിൽ ജീവിച്ചു പോയൊരു സമൂഹത്തെ, പക്ഷേ അവരെ പരാമർശിക്കുന്നതും അവരെ അനുസ്മരിക്കുന്നതും അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന തകരാറുകൾ എടുത്തു പറയുന്നതും മതപ്രബോധന രംഗത്ത് പുതുമയുള്ള കാര്യമല്ല. നേരത്തെ ഇവിടെ കേട്ട 3Ws വേണ്ടി ജീവിച്ച വൈൻ, വാർ ആൻഡ് വിമൺ, പെണ്ണിനും കള്ളിനും പിന്നെ യുദ്ധത്തിനും വേണ്ടി മാത്രം ജീവിച്ചു തീർത്ത ഒരു സമൂഹത്തെക്കുറിച്ച് ചരിത്രത്തിൽ ഡാർക്ക് ഏജസ് എന്ന് ഓമനപ്പേരിട്ട് വിളിക്കുന്ന ആ വർഗം എങ്ങനെ ജീവിച്ചു എന്നത് കൃത്യമായി ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. ആ വർഗത്തിൻ്റെ കൃത്യമായ ആ ജീവിത അവർ കൃത്യമായി ചരിത്രം വരച്ചിട്ട ഡാർക്ക് ഏജസിലെ ഇരുണ്ട യുഗത്തിൽ ജീവിച്ച കാപ്പിരികളായ കാടന്മാരായ സംസ്കാരം തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു വർഗം. ആ വർഗത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞാൻ അധികം സമയമെടുക്കുന്നില്ല, അത് നമുക്കറിയാവുന്ന ഒരു വസ്തുതയാണ്. പക്ഷെ ആ സമൂഹത്തെ തന്നെ പിന്നീട് കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് തഅ്മുറൂന ബിൽ മഅറൂഫ് വതൻഹൗന അനിൽ മുൻകർ യഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ, ലോകത്തെ ഏറ്റവും ഉത്കൃഷ്ടമായൊരു സമൂഹമായി അവരെ മാറ്റിയെടുത്ത കഥ നമ്മൾ മുവഹിദുകളായ ആളുകൾ എങ്കിലും ആലോചിക്കേണ്ടതുണ്ട്. എന്തായിരുന്നു അവർക്ക് പറ്റിയ തെറ്റ്? ആ തെറ്റ് തന്നെയാണ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലെ ആളുകൾക്കും സംഭവിച്ചത്. ലക്കും ലഗാനുമില്ലാതെ ജീവിച്ചു പോയൊരു സമൂഹം, അവരെ സംബന്ധിച്ചിടത്തോളം അവരെ സൃഷ്ടിച്ച സൃഷ്ടാവിനെക്കുറിച്ചോ അവരുടെ ആ ദൈവത്തെക്കുറിച്ചോ ആ ദൈവം നൽകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചോ
ആ ദൈവം വിധിച്ച വിധികളെക്കുറിച്ചോ ആ ദൈവത്തിലേക്ക് തിരിച്ചു പോകുന്നതിനെക്കുറിച്ചോ ഉള്ള യാതൊരു നിലക്കുള്ള ചിന്തയും ആ വർഗത്തിനുണ്ടായില്ല എന്നതാണ് അവർക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ജീവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇന്നും പ്രശ്നമാണ്. എവിടെ നിന്ന് വന്നു മനുഷ്യൻ എങ്ങോട്ട് പോവേണ്ടവനാണ്, എന്തിനാണ് ഈ മനുഷ്യൻ ഇവിടെ ജീവിക്കുന്നത്? അത്തരത്തിലുള്ള കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ആ സമൂഹത്തെ ആരും പഠിപ്പിച്ചില്ല. അങ്ങനെയുള്ള ഒരു സമൂഹം എന്ന് നിലനിൽക്കുന്നുവോ, അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളുമുള്ള ഈ ആധുനിക നൂറ്റാണ്ടിലായാൽ പോലും ആ ആളുകൾ മൃഗതുല്യരായി മാത്രമേ ജീവിക്കൂ എന്നതിന് ഏറ്റവും കൂടുതൽ ഉദാഹരണങ്ങളുള്ള ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇപ്പോൾ ജീവിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എവിടെയാണ് തകരാറ്? മൊബൈൽ ഫോണാണോ, ഇന്റർനെറ്റ് ആണോ, അതല്ല ഇന്നത്തെ ജീവിത സൗകര്യങ്ങളാണോ, നമ്മളുണ്ടാക്കിയ ഇൻഫർമേഷൻ ടെക്നോളജിയാണോ, സയൻസ് നേടിയെടുത്ത വളർച്ചയാണോ? അതല്ല പ്രശ്നം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ എന്തിനിവിടെ ജീവിക്കുന്നു, ആരാണവൻ, എന്താണ് മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് അവനുള്ള വ്യത്യാസം, ഇതിനെക്കുറിച്ച് ആലോചിക്കുവാനും ചിന്തിക്കുവാനുമുള്ള ഒരു വഴികാട്ടിയായി ആ മനുഷ്യന്റെ മുമ്പിൽ എന്താണുള്ളത് എന്ന ആലോചനയാണ് ഉണ്ടാവേണ്ടത്. 1400 സംവത്സരങ്ങൾക്കപ്പുറം അങ്ങനെ മൃഗതുല്യരായി ജീവിച്ചു പോയ ഒരു മനുഷ്യന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കിതാബ് ഇറക്കിയല്ലോ. ആ കിതാബ് മുത്തഖികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സച്ചരിതമായ ഒരു പാതയിലൂടെ ജീവിച്ച് മുമ്പോട്ട് പോകാൻ ആവശ്യമായ സകല കാര്യങ്ങളും വരച്ചിട്ട ഒരു വേദഗ്രന്ഥം. ആ വേദഗ്രന്ഥം പക്ഷേ ഉപയുക്തമാകുന്നത് അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളമാണ്. കണ്ണിൽ കണ്ടത് മാത്രം വിശ്വസിക്കുകയും കണ്ണിൽ കാണാത്തതിനെയൊക്കെ തള്ളിപ്പറയുകയും ചെയ്യുക എന്നത് ഒരു ഫാഷനായി മാറിയ ഒരു കാലഘട്ടത്തിൽ അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ് എന്ന വിശുദ്ധ ഖുർആനിന്റെ അദൃശ്യമായ ചില സംഗതികളെ കുറിച്ച് മനുഷ്യനെ പഠിപ്പിച്ചേ തീരൂ. മനുഷ്യൻ തന്നെയും അവന് അദൃശ്യമായ ഒരു കാര്യത്തെക്കുറിച്ച് ശക്തമായി വിശ്വസിക്കണം. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ പോത്തിനില്ലാത്ത, കാട്ടുജന്തുക്കൾക്കില്ലാത്ത, മറ്റു മൃഗങ്ങൾക്കില്ലാത്ത അദൃശ്യമായ ഒരു വസ്തു അള്ളാഹു നൽകുകയും അതിനെ വളർത്തിക്കൊണ്ട് അതിനെ സുരക്ഷിതമായി തിരിച്ചേൽപ്പിക്കുകയും ചെയ്യാനാണ് ഈ ഭൂമുഖത്ത് എന്നെയും നിങ്ങളെയും വളർത്തുന്നത് എന്ന ഒരു തിരിച്ചറിവ് മനുഷ്യൻ ഉണ്ടാക്കി കൊടുക്കാൻ വിശുദ്ധ ഖുർആൻ ആയത്തുകൾ ഇറക്കി. 6600 ചില്ലാനം ആയത്തുകളിലൂടെ അള്ളാഹുവിന്റെ പ്രവാചകൻ ലോകത്തിന് സമ്മാനിച്ചത് വല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. തസ്കിയത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടാക്കിയെടുക്കാനാണ്. ആത്മ സംസ്കരണം എന്ന് മലയാളത്തിൽ നമ്മൾ വിളിക്കുന്ന ഈ സംഗതി എവിടെയാണ് നടക്കേണ്ടത്? അത് നേരത്തെ ഇവിടെ ഗഫൂർ സൂചിപ്പിച്ച പോലെ നമ്മുടെ താടിയിലും തലപ്പാവിലും, അതല്ല മഫ്തയിലും പർദയിലുമാണോ ഉണ്ടാവേണ്ടത്? അതല്ല തസ്കിയത്ത് എന്ന് പറയുന്ന സംഗതി, ആത്മ സംസ്കരണം എന്ന് പറയുന്ന സംഗതി എവിടെയാണ് ആ മാറ്റം ഉണ്ടാവേണ്ടത്, സംസ്കരണം ഉണ്ടാവേണ്ടത്? അലക്കി തേച്ച് നന്നായി ഇസ്തിരിയിട്ട ഡ്രസ്സിൽ നന്നായി പൗഡർ പൂശിയിട്ട് നന്നായി മേക്കപ്പ് ചെയ്ത മുഖത്ത് ആണോ ഉണ്ടാവേണ്ടത്? അതല്ല ആത്മാവ്, മനസ്സ്, ഹൃദയം, ഖൽബ് എന്ന് പറയുന്ന അവിടെയാണോ ഉണ്ടാകേണ്ടത് എന്ന ചോദ്യമാണ് വിശുദ്ധ ഖുർആൻ ഊക്കോടുകൂടി ചോദിക്കുന്നത്. ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആ സാധനം ആര് നന്നാക്കിയെടുത്തുവോ അവൻ വിജയിക്കുകയും അത് ആര് കളങ്കപ്പെടുത്തിയോ അവൻ പരാജയപ്പെടുകയും ചെയ്തു പോയിരിക്കുന്നു എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ മുമ്പായി വനഫ്സിൻ വമാ സവ്വാഹ ഫഅൽഹമഹാ ഫുജൂറഹാ വതഖ്വാഹ എന്ന ആയത്ത് കൂടി നമ്മൾ മുഖവിലക്കെടുക്കേണ്ടതുണ്ട്. വനഫ്സിൻ വമാ സവ്വാഹ, നമുക്കുള്ള മറ്റുള്ള മൃഗങ്ങൾക്കില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത വിശുദ്ധ ഖുർആൻ വരച്ചിട്ടതും വിശുദ്ധ ഖുർആൻ ആളുകളെ പഠിപ്പിച്ചതും അതുവഴി മനുഷ്യൻ നന്നായതും നമുക്ക് അല്ലാഹു ഒരു നഫ്സ് സമ്മാനിച്ചിട്ടുണ്ട് എന്നതാണ്. ആ നഫ്സ് അല്ലെങ്കിൽ റൂഹ് അല്ലെങ്കിൽ ഖൽബ്, ഈ മൂന്നർത്ഥത്തിലും പ്രയോഗിക്കുന്ന, മൂന്ന് വാക്കുകൊണ്ടും വിവക്ഷിക്കുന്ന ഒരു സാധനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി. ആ സാധനത്തെ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം, വളരെ സുരക്ഷിതമായി പോറലേൽക്കാതെ, ചെളിപുരളാതെ, കളങ്കപ്പെടുത്താതെ, മലീമസമാക്കാതെ തിരിച്ചു കൊടുക്കുക എന്ന ബാധ്യത, അതിനെ വളർത്തി പരിപോഷിപ്പിച്ച് അള്ളാഹുവിനെ തിരിച്ചേൽപ്പിക്കുക എന്ന മഹത്തായ ഒരു ഉത്തരവാദിത്തമാണ് ജീവിത കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ചെയ്യേണ്ടത് എന്നൊരു ബോധം വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിലൂടെ, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെയല്ലാതെ ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾക്കെങ്കിലും ഉണ്ടാവേണ്ടതുണ്ട്. അങ്ങനെ വരുന്ന ഒരു അവസ്ഥ വിശുദ്ധ ഖുർആൻ ഇത് ആളുകളെ തെര്യപ്പെടുത്തി. ഈ നഫ്സ് കെട്ടുപോകാവുന്ന അവസ്ഥയെക്കുറിച്ചും ഈ നഫ്സ് നന്നാവുന്നതിനെ കുറിച്ചും ദൈവികമായ ചിന്തകൾ കൊണ്ട് നന്നാക്കിയെടുക്കുവാനും പൈശാചികമായ ചിന്തകൾ കൊണ്ട് തകർത്ത് കളയാനും കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. എന്താണ് ഈ പൈശാചിക ചിന്ത?
വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ച് പിശാചിനെ കുറിച്ചും പൈശാചിക ദുർബോധനങ്ങളെ കുറിച്ചും പറഞ്ഞു വെച്ച പണ്ഡിതന്മാരായ ആളുകൾ പിശാച് എന്ന് പറയുന്നത് ദുർബോധനം നടത്തുന്ന പിശാച് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിന്നാസ് എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിൽ പറയുന്ന ഈ പിശാച് എന്റെയും നിങ്ങളുടെയും ഒക്കെ ശരീരത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യമായ അവസ്ഥയിൽ കുടികൊള്ളുന്ന വികാരവിചാരങ്ങളുടെയും നമ്മുടെ പ്രവർത്തനങ്ങളുടെയും ഒക്കെ ഉദ്ദീപനങ്ങളുടെയും ഒക്കെ വികാരവികാരങ്ങളുടെയും ഒക്കെ സ്രോതസ്സായി കുടികൊള്ളുന്ന ഒരു അദൃശ്യമായ നഫ്സ് തന്നെയാകുന്നു എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട്. അതാണല്ലോ ശരിയും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുറമേ നിന്നുള്ള എന്തോ ഒരു സംഗതി നമ്മുടെ മനസ്സിനകത്ത് കയറി കൂടിയിട്ട് വസ്വാസുണ്ടാക്കുന്നു എന്നല്ല. നമ്മുടെ മനസ്സിനകത്ത് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്ഷേപിച്ച രണ്ട് ഭാവങ്ങൾ, ഒന്ന് ഫുജൂറിന്റെയും ഒന്ന് തഖ്വയുടെയും. ഈ തഖ്വയുടെ ഭാവങ്ങളെ വളർത്തിക്കൊണ്ടുവരികയും ഫുജൂറിന്റെ ഭാവങ്ങൾ വളരാൻ ഉതകുന്ന, വളരാൻ സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് മനസ്സിനെ പിന്നോട്ട് വലിക്കുകയും ചെയ്യുക എന്ന ഉത്തമമായ ഒരു ലക്ഷ്യത്തോടുകൂടി ജീവിക്കാനാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. വിശുദ്ധ ഖുർആൻ ഇബ്ലീസ് ചെയ്യുന്ന, ശൈത്താൻ ചെയ്യുന്ന പൈശാചികമായ ദുർപ്രേരണ എന്താണ് എന്നതിനെ കുറിച്ച് പറഞ്ഞെടുത്ത് അവർ ദുനിയാവിൽ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ അതെന്തായാലും ശരി, അവർ ദുനിയാവിൽ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വിശ്വാസങ്ങൾ അതേതായാലും ശരി, അവർ ചേക്കേറിയ പ്രസ്ഥാനങ്ങളും മിസങ്ങളും ആശയങ്ങളും ഏതായാലും ശരി, ആ ആശയങ്ങളും മിസങ്ങളും പ്രസ്ഥാനങ്ങളും അവരുടെ ചെയ്തികളും പ്രവർത്തനങ്ങളും പ്രവർത്തന പദ്ധതികളും പരിപാടികളും ഒക്കെ തന്നെയും നാം അവർക്ക് അലങ്കൃതമായി തോന്നിച്ചു കൊടുക്കും എന്ന് പിശാച് പറയുന്നു. നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത രേഖ, ജീവിത ശൈലി, ആ ജീവിതത്തിന്റെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട് വളരെ വ്യക്തമാണ്, വളരെ കൃത്യമാണ്, വളരെ ശക്തമാണ്, വളരെ സുരക്ഷിതമാണ്. ഇതുവഴി തന്നെയാണ് മുമ്പോട്ട് പോവേണ്ടത്. ജീവിതത്തിൽ സമാധാനമുണ്ടാവാനെന്ന് നമ്മുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കുന്നു. അത് നേരത്തെ പറഞ്ഞ ആ ഫുജൂറിന്റെ ഭാവങ്ങൾ നമ്മളോടത് പറയും. വിശുദ്ധ ഖുർആൻ അതിനെ ശ്രദ്ധിക്കണം എന്ന് നമ്മളോട് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പൈശാചികമായ പ്രേരണ മൂലമുണ്ടാകുന്ന മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടുത്ത മത്സരം, അതാണ് ജാഹിലിയത്തിൽ ഉണ്ടായത്, അതാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. മനുഷ്യൻ സമ്പത്തിന്റെ പേരിൽ, സൗന്ദര്യത്തിന്റെ പേരിൽ, സന്താനങ്ങളുടെ പേരിൽ, എസ്റ്റേറ്റുകളുടെ പേരിൽ, ബംഗ്ലാവുകളുടെ പേരിൽ, അധികാരങ്ങളുടെ പേരിൽ, അധികാര കസേരകളുടെ പേരിൽ നിങ്ങൾ പരസ്പരം പെരുമ നടിക്കുകയും പെരുമ്പറ കൊട്ടുകയും ചെയ്യുന്ന പശ്ചാത്തലം നിൽക്കുകയാണ്. മറ്റുള്ളവന്റെ മുമ്പിൽ പറഞ്ഞു ജയിക്കാൻ, മറ്റുള്ളവന്റെ മുമ്പിൽ കുറെ കൂടി ബഡായി പറയാൻ, മറ്റുള്ളവന്റെ മുമ്പിൽ പറഞ്ഞു നിന്നുകൊണ്ട് അവനേക്കാൾ കേമനാണെന്ന് വരുത്തി തീർക്കാനുള്ള വിഭവങ്ങൾ ഒരുക്കുകയാണ് മനുഷ്യൻ. ആ മത്സരത്തിലാണ് മനുഷ്യരെല്ലാവരും നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാവരുടെയും ജീവിതം അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പിശാച് ദുന്യവിയായ ഇത്തരത്തിലുള്ള കിടമത്സരങ്ങളിൽ എന്റെയും നിങ്ങളുടെയും മനസ്സുകൾ കൂട്ടി ബന്ധിച്ചിടുമെന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നു. ഖുർആനിന്റെ ആയത്തുകൾ തന്നെ വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ അല്ലദീ ജമഅ മാലഹു അദ്ദദ യഹ്സബു അന്ന മാലഹു അഖ്ലദ. ധനം സമ്പാദിക്കുകയും എന്നിട്ട് ആ ധനത്തിന്റെ പിൻബലത്തിൽ മനുഷ്യൻ ഇങ്ങനെ പൊങ്ങച്ചക്കാരനായി ജീവിക്കുകയും സമൂഹത്തിലെ സകല ദുഷ്പ്രവർത്തികളുടെയും ബേസ്മെന്റായി, ആണിക്കല്ലായി അവൻ ആർജിച്ചു കൂട്ടിയ സമ്പത്തിനെ കാണുകയും ചെയ്യുന്ന ഒരു ത്വര ജീവിക്കുന്നു. അതാണ് നേരത്തെ എന്റെ ബഹുമാന്യ സുഹൃത്ത് ഇവിടെ വരച്ചിട്ട ഈ അപകടകരമായ ജീവിത പശ്ചാത്തലത്തിലേക്ക് മനുഷ്യനെ കൊണ്ടുപോയത്. അത് തന്നെയായിരുന്നു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മനസ്സിന്റെ മോശമായ പാർട്ട് നമുക്ക് സമ്മാനിക്കുന്ന ആർത്തി എന്ന് പറയുന്ന ഒരു ഗുണം, അള്ളാഹുവിന് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട, പരിശുദ്ധമായി തിരിച്ചു കൊടുക്കേണ്ട ആത്മാവിനെ മലീമസപ്പെടുത്തുന്ന ആർത്തി എന്ന് പറയുന്ന ദുർഗുണം പൈശാചികമാണ്. ഈ ആർത്തിയിൽ നിന്ന്, ആർത്തി കൊണ്ടാണ് മനുഷ്യൻ എല്ലാ തെറ്റുകളും ചെയ്യുന്നത്. പിടിച്ചുപറി, കൊള്ള, കൊല, വ്യഭിചാരം, ഇനി അങ്ങോട്ട് ആ ലിസ്റ്റിൽ എന്തൊക്കെ പറയാനുണ്ടോ അതൊക്കെ മനസ്സിന്റെ നമ്മളുടെ തൃപ്തിയാവാത്ത ആർത്തി മൂത്ത മനസ്സുകൾ സംഭാവന ചെയ്യുന്നതാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ ഈ ഒരു വിഷയത്തെ നന്നായി സ്പർശിക്കുകയും എന്നിട്ട് ഖുർആൻ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്,
അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിലൂടെ ഇന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ജീവിതത്തിലെ അസമാധാനം ഇല്ലാതെയാക്കിയിട്ട് സ്വസ്ഥതയും സമാധാനവും സംതൃപ്തിയും ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചു. എങ്ങനെയാണത്? ഇവിടെ നേരത്തെ ചർച്ച ചെയ്ത വിഷയങ്ങളിൽ കുടുംബജീവിതവുമായി ബന്ധപ്പെട്ടുള്ള സകല പ്രശ്നങ്ങളും, അത് കുട്ടികളുടെ ഒളിച്ചോട്ടമാവട്ടെ, ദാമ്പത്യ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളുമാവട്ടെ, അതിൻ്റെ പൊട്ടിപ്പോകലുകളോ ചീറ്റലുകളോ ആവട്ടെ, എന്തായാലും ശരി, ഇതൊക്കെയും ഉള്ള ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ജീവിത സൗകര്യങ്ങൾ ഉൾക്കൊള്ളാനും അതിൽ സംതൃപ്തിയോടുകൂടി ജീവിക്കുവാനും ആരാണോ ആ അബദ്ധത്തിൽ ചാടിയത് അവരുടെ മനസ്സ് പാകപ്പെട്ടില്ല, തയ്യാറായില്ല എന്നതുകൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. ആ ഒരു വിഭാഗത്തെ ഇത് തന്നെയായിരുന്നു മക്കയിലുണ്ടായിരുന്ന ആ കാലഘട്ടത്തിലെ പ്രശ്നവും. അവർ അതിനേക്കാൾ നല്ലത് കാണുമ്പോൾ അതിലേക്ക് മനസ്സ് മോഹിച്ചു, അതിനേക്കാൾ നല്ലത് അപ്പുറത്ത് കാണുമ്പോൾ അങ്ങോട്ട് മനസ്സ് മോഹിച്ചു. ലാ തൻദുർ ഇലാ മൻ ഹുവ ഫൗഖക് വലാകിൻ ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും എന്ന വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ നമുക്ക് കൈമാറിയ വല്ലാത്തൊരാശയം, ഇസ്ലാമിന്റെ ആശയം. നിങ്ങളെക്കാൾ മികച്ച രൂപത്തിൽ ജീവിക്കുന്ന സൗകര്യങ്ങളുള്ള ഒട്ടനവധി ആളുകൾ, ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ നാട്ടിലുണ്ട്, നിങ്ങളുടെ രാജ്യത്തുണ്ട്, നിങ്ങൾ ജീവിക്കുന്ന ഈ ലോകത്തുണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിഭവങ്ങൾ ഇന്നതാണ്, നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന സൗകര്യങ്ങൾ ഇന്നതാണ്. ആ സൗകര്യങ്ങളിൽ പൂർണ്ണമായ സംതൃപ്തിയോടുകൂടി ജീവിക്കാൻ നിങ്ങൾക്കാവണം. അങ്ങനെയാകുമ്പോഴാണ് ദുനിയാവിൽ നിങ്ങൾക്ക് നന്നായി ജീവിക്കാനാവുക. അങ്ങനെയാവുമ്പോൾ തന്നെയാണ് നിങ്ങളുടെ നഫ്സ്, നിങ്ങളുടെ ആത്മാവ്, നിങ്ങളുടെ ഖൽബ്, നിങ്ങളുടെ റൂഹ് വളർച്ച പ്രാപിക്കുക. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത എന്നത് ഒരു ജീവിതത്തിന്റെ മുദ്രാവാക്യമായി സ്വീകരിക്കുകയും എന്നിട്ട് ആ മുദ്രാവാക്യം ആവർത്തിച്ച് 5 തവണ അള്ളാഹുവിന് വേണ്ടി നമസ്കരിച്ചതിന്റെ പിന്നാലെ ഉരുവിട്ടുകൊണ്ടൊരു പ്രതിജ്ഞയായി ഉരുവിടണമെന്ന് പഠിപ്പിക്കുകയും ഇൻഷാ അല്ലയും മാഷാ അല്ലയും ജീവിതത്തിലെ ഓരോ അനക്കങ്ങളിലെ മന്ത്രങ്ങളായി ഇസ്ലാം പഠിപ്പിക്കുകയും ചെയ്തതിന്റെ പിന്നിൽ ഈ ഒരു ചേതോവികാരമുണ്ട്. മറ്റുള്ളവരുടെ അന്തസ്സുകൾ കാണുമ്പോൾ, മറ്റുള്ളവർക്ക് നമുക്ക് ലഭിക്കുന്നതിനേക്കാൾ അള്ളാഹു നൽകിയ സൗകര്യങ്ങൾ കാണുമ്പോൾ പിശാചിന് നമ്മുടെ മനസ്സിൽ പണിയെടുക്കാനുള്ള വിഭവങ്ങൾ ഏറെ ലഭിക്കുന്നു എന്നത് ഒരു കൃത്യമായ സത്യം മാത്രമാണ്. ആ സത്യം മനസ്സിലാക്കുകയും എന്നിട്ട് അൽ ഖനാ, വിശുദ്ധ ഖുർആനിന്റെ വ്യാഖ്യാനമെന്നോണം അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ച വലിയ തത്വങ്ങളിൽ ഖനാഅത്തോടുകൂടി ജീവിക്കുന്ന, ഖനൂഅത്തായി ജീവിക്കുന്ന സത്യവിശ്വാസിയെയും വിശ്വാസിനെയും പഠിപ്പിക്കുന്നു. ഇവിടെ ഇൻഷാ അല്ലാഹ് ചില വിവാഹങ്ങൾ നടക്കാൻ പോകുന്നു. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുന്ന ആണിനോടും പെണ്ണിനോടുമൊക്കെയുള്ള സിഫത്തുകൾ വർണ്ണിക്കുന്നിടത്ത്, നല്ല ഒരു പെണ്ണിനെ കുറിച്ച് പറയുന്നിടത്ത് ഖനൂഅത്തായ, ഖാനിഅത്തായ, സാബിറത്തായ പെണ്ണ്, 4 വിഭാഗം സ്ത്രീകൾ സ്വർഗത്തിലാണ് എന്ന് പറഞ്ഞിടത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്പറിട്ട് പറഞ്ഞ ഒരു സ്ത്രീ സാബിറത്തുൻ ഖാനിഅത്തുൻ ബിൽ യസീരി മഅ സൗജിഹാ എന്നൊരു പദപ്രയോഗമുണ്ട്. ആ ഭർത്താവിന് അള്ളാഹു നൽകിയ വിഭവങ്ങൾ എത്ര ചെറുതാണെങ്കിലും, സൗകര്യങ്ങൾ എത്ര കുറഞ്ഞതാണെങ്കിലും ശരി, ആ കുറഞ്ഞ സൗകര്യങ്ങളിൽ ആ ഭർത്താവിനോടൊപ്പം സംതൃപ്തമായി അള്ള നൽകിയതിൽ സംതൃപ്തയായി പരിപൂർണ സാറ്റിസ്ഫാക്ഷൻ രേഖപ്പെടുത്തിക്കൊണ്ട് ജീവിച്ചു മുമ്പോട്ട് പോകുന്ന സ്ത്രീ സ്വർഗത്തിലാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. തിരിച്ചും പറഞ്ഞു, 4 വിഭാഗം സ്ത്രീകൾ നരകത്തിലാണ് എന്ന് പറഞ്ഞെടുത്ത് ഇംറഅത്തുൻ തുഹ്മിലു സൗജഹാ മാ ലാ യതീഖു, ഒരു പെണ്ണ് ഒരു ഭർത്താവിന്റെ സൗകര്യങ്ങൾ അംഗീകരിക്കാതെ, അയാൾക്കുള്ള സൗകര്യങ്ങൾ മാനിക്കാതെ, അയാളുടെ സൗകര്യങ്ങൾക്കപ്പുറത്തുള്ളത്, അത് ശാരീരികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, മറ്റുള്ള ഏതെങ്കിലും രൂപത്തിലുള്ളതാവട്ടെ, അയാളുടെ കപ്പാസിറ്റിക്ക് മുകളിലുള്ളത് അയാളിൽ നിന്ന് ആവശ്യപ്പെടുകയും അയാളെ അത് വഹിക്കാൻ നിർബന്ധിക്കുകയും ചെയ്യുന്ന സ്ത്രീ, അവൾ എത്ര നമസ്കരിച്ചാലും നോമ്പ് നോറ്റാലും ശരി നരകത്തിന്റെ വിറകുള്ളിയാണ് എന്ന് പഠിപ്പിക്കുന്നു മതം. ഈ മതം ഒരു തുമഇനീനത്തോടുകൂടി, സംതൃപ്തിയോടുകൂടി ജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ആഹ്വാനമാണ് നൽകുന്നത്. വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു ഭാഗമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഈ ഒരു ഭാഗം പഠിച്ചാൽ അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുന്ന ഒരുപാട് ആവശ്യങ്ങൾ ഇല്ലാതെയാക്കാൻ കഴിയും. ഈ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ ഓതിക്കൊടുക്കുന്ന കാലഘട്ടത്തിൽ മനുഷ്യനോടൊപ്പം അള്ളാഹു സൃഷ്ടിച്ച അള്ളാഹുവിന്റെ തന്നെ പടപ്പുകളായ സൂര്യനെ ആരാധിച്ചിരുന്ന, നക്ഷത്രങ്ങളെ ആരാധിച്ചിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അഭൗതികമായ മാർഗത്തിൽ ആ വസ്തുക്കളുടെയൊക്കെ സഹായങ്ങൾ ഒരർത്ഥത്തിൽ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കാറ്റിന്റെയും ഗതിവിധികളെയും
വേലിയേറ്റങ്ങളെയും വേലിയിറക്കത്തെയും അതുപോലെയുള്ള ഭൂമിയിലുള്ള ഒരുപാട് പ്രതിഭാസങ്ങൾ നിയന്ത്രിക്കുന്നതിൽ ആകാശ ലോകത്തുള്ള ഗോളങ്ങൾക്ക് പങ്കുണ്ട് എന്നതൊരു യാഥാർത്ഥ്യവും വൽമുദബ്ബിറാത്തി അംറ എന്ന അള്ളാഹുവിന്റെ കിതാബിലെ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ എടുത്തു പറഞ്ഞൊരു സംഗതിയുമാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ ജീവിതത്തിന് ഉപകാരപ്രദമായ കുറെ കാര്യങ്ങൾ അള്ളാഹുവിന്റെ സൃഷ്ടികളായി തന്നെ ഉപരിലോകത്തുള്ള കുറെ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. കുറെ അള്ളാഹുവിന്റെ സൃഷ്ടികൾ, ആ അള്ളാഹുവിന്റെ സൃഷ്ടികളിലേക്ക് മനുഷ്യന്റെ മൂത്ത മനുഷ്യൻ ആ ആർത്തിയുടെ ശമനത്തിന് വേണ്ടി അവരോട് അഭൗതികമായ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അഭൗതികമായ അവരുടെ കഴിവ്, ആ കഴിവിൽ നിന്ന് ചോദിക്കുവാനും അതുവഴി അവരുടെ ആക്രാന്തത്തെ ആർത്തിയെ പരിപോഷിപ്പിക്കുവാനുമുള്ള പ്രാർത്ഥനകൾ നടന്നു കഴിഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ ഖുർആനിന്റെ ആയത്തുകൾ ഇറങ്ങുന്നത്. അതുപോലെ അള്ളാഹുവിന്റെ മലായിക്കത്തിനെ അള്ളാഹു നാമുമായി ബന്ധപ്പെട്ട കുറെ പ്രക്രിയകൾ ഏൽപ്പിച്ചു കഴിഞ്ഞിരുന്നു. ആ ഏൽപ്പിച്ച കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ മലായിക്കത്തിനോട് നേരെ അവരുടെ ആർത്തി തീർക്കാൻ വേണ്ടി ചോദിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ആ പശ്ചാത്തലത്തെ പാടില്ലെന്ന് വിലക്കി അള്ളാഹുവിന്റെ കിതാബ്. ജിന്നുകൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെക്കാൾ കഴിവുള്ള ഒരുപാട് കഴിവുകളുള്ള ആ സൃഷ്ടികളോടും അത്തരത്തിലുള്ള മനുഷ്യന്റെ ആർത്തി തീർക്കാൻ വേണ്ടിയുള്ള അഭ്യർത്ഥനകൾ വെക്കുന്ന പതിവ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലൂടെ കടന്നുപോയപ്പോൾ മനുഷ്യന്റെ മനസ്സിൽ നിന്ന് അനാവശ്യമായ ആർത്തികളില്ലാതെയായപ്പോൾ അതൊക്കെ ഇല്ലാതെയായി എന്നതാണ് പ്രശ്നം. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ആവശ്യങ്ങൾ പറയേണ്ടതുണ്ട്, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് വിശുദ്ധ ഖുർആൻ അതിനെ ബന്ധിപ്പിച്ചത്? അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിച്ച് നരകത്തിന്റെ വിറകുകൊള്ളികളായി കടന്നുപോയിരുന്ന സമൂഹത്തിൽ അള്ളാഹുവിന്റെ കിതാബുണ്ടാക്കിയ മാറ്റം ലാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും എന്ന ആയത്തിലൂടെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അള്ളാഹു നിങ്ങളെ ഗൗനിക്കുന്ന പ്രശ്നമേ ഇല്ല. നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കാൻ തയ്യാറല്ലാത്ത പക്ഷം, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാൻ തയ്യാറല്ലെങ്കിൽ അള്ളാഹു നിങ്ങളെ മുഖവിലക്കെടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന വിശുദ്ധ ഖുർആനിന്റെ ആയത്തിന്റെ ഈ ചെറിയൊരു ഭാഗം അത് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്താണത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്തവരോട് ഞാനും നിങ്ങളുമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നമ്മുടെ രോഗം മാറ്റാൻ, നമ്മുടെ കഴിവുകൾക്കപ്പുറമുള്ള മാർഗത്തിലൂടെ നമ്മുടെ രോഗം മാറ്റാൻ, നമുക്ക് നഷ്ടപ്പെട്ടു പോയ വിലപിടിപ്പുള്ള സംഗതികൾ തിരിച്ചു കിട്ടാൻ, ഗൾഫിലുള്ള ഭർത്താക്കന്മാരുടെ സ്ഥിതിഗതികൾ നന്നായി കിട്ടുവാൻ, സന്താനങ്ങൾ ലഭിക്കാത്തതിന്റെ പേരിൽ വിഷമിക്കുന്ന ആളുകൾക്ക് സന്താനങ്ങൾ ലഭിക്കാൻ, ഇതൊക്കെ മനുഷ്യന്റെ മനസ്സിലുള്ള ഒരുപാട് ആവശ്യങ്ങളാണ്. ഈ ആവശ്യങ്ങളും അള്ളാഹുവും തമ്മിലാണ് എന്താണ് ബന്ധം? ഈ ആവശ്യങ്ങളും അള്ളാഹു അല്ലാത്തവരും തമ്മിൽ എന്താണ് ബന്ധം? വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. ഞാൻ നേരത്തെ സൂചിപ്പിച്ച അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതി ലിമാ മനഅത വലാ റദ്ദ ലിമാ ഖളൈത എന്ന മുദ്രാവാക്യത്തിലൂടെ വിശുദ്ധ ഖുർആൻ അത് പഠിപ്പിച്ചു. അള്ളാഹുവിന്റെ മതം അത് പഠിപ്പിച്ചു. അള്ളാഹു തീരുമാനിച്ച കാര്യങ്ങളല്ലാതെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അള്ളാഹു തീരുമാനിച്ച നഷ്ടങ്ങളല്ലാതെ ജീവിതത്തിൽ ഉണ്ടാവാൻ പോകുന്നില്ല. അള്ളാഹു തീരുമാനിച്ച കഷ്ടപ്പാടുകളല്ലാതെ ജീവിതത്തിൽ വരാൻ പോകുന്നില്ല. അള്ളാഹു വിധിച്ച അപകടങ്ങളല്ലാതെ നേരിടാൻ പോകുന്നില്ല. അള്ളാഹു വിധിച്ച സമയത്തല്ലാതെ മരണങ്ങൾ ഉണ്ടാകുന്നില്ല. നമ്മുടെ മനസ്സ് ആഗ്രഹിക്കുന്നതും ആഗ്രഹിക്കാത്തതുമായ എന്തൊക്കെയോ സംഗതികൾ ജീവിതത്തിൽ വരാൻ പോകുന്നു. നമുക്കറിയില്ല. ഇപ്പോൾ 4 മണിയായി സമയം. 4:01 ഗതി എന്താണെന്ന് ഈ ഇരിക്കുന്ന ആർക്കും അറിയില്ല. 4:10 എന്ത് സംഭവിക്കും ആർക്കും അറിയില്ല. എന്റെ ജീവിതത്തിൽ അള്ളാഹു കണക്കാക്കി വെച്ച അൽ ഈമാനു ബിൽ ഖദർ ഖൈരിഹി വ ശർരിഹി മിനല്ലാഹി തആല, അള്ളാഹുവിൽ നിന്നാകുന്നു ഖൈറും ശർറും ഉണ്ടാകുന്നത് എന്ന വിശ്വാസത്തെ കുറേയും കൂടി വിശാലമായി പറഞ്ഞാൽ അള്ളാഹു എന്താണ് എന്റെ ജീവിതത്തിൽ നാളെ ഉണ്ടാക്കാൻ പോകുന്നത്, അതിൽ എനിക്ക് ഖൈറാണോ ഉണ്ടാവുക അതല്ല എനിക്ക് ശർറാണോ ഉണ്ടാവുക എന്ന് പറയാൻ കെൽപ്പുള്ള ഒരാളും ഈ ദുനിയാവിൽ ജീവിച്ചു പോയിട്ടില്ല. ചില കാര്യങ്ങളൊക്കെ അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട പ്രവാചകന്മാരായ ആളുകൾക്ക് അള്ളാഹു നേരത്തെ പറഞ്ഞു കൊടുത്തിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ സമ്മതിക്കുന്നു. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ നാളത്തെ ജീവിതത്തിൽ നന്മയാണോ വരിക തിന്മയാണോ വരിക അത് എഴുതി രേഖപ്പെടുത്തി വെച്ച ഒരു ഏട് അള്ളാഹു എനിക്കും നിങ്ങൾക്കുമായി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഖുർആൻ പഠിപ്പിച്ച വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു തത്വം, ആ തത്വത്തിലേക്ക് മുസ്ലിം ബഹുജനങ്ങൾ തിരിച്ചു വരേണ്ടതുണ്ട്. അതിൽ എനിക്ക് ഗുണകരമായതുണ്ടോ അറിയില്ല, എനിക്ക് അപ്രിയകരമായതാണോ മുഴുവനും അതും അറിയില്ല. അതാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ഒരു ദൗർബല്യം. അതുകൊണ്ട് തന്നെ നന്മയുണ്ടാവാനും
തിന്മയുണ്ടെങ്കിൽ അത് തടുക്കുവാനും ആരാണോ അത് രേഖപ്പെടുത്തി വെച്ചത് അയാളോട് പറയുകയല്ലാതെ മറ്റൊരു നിർവാഹവുമില്ലാത്ത ഒരു നിസ്സഹായാവസ്ഥ മനുഷ്യൻ അല്ലാഹു സമ്മാനിച്ചിട്ടുണ്ട്. ആ നിസ്സഹായാവസ്ഥയിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് ഗുണങ്ങൾ ഉണ്ടാവാൻ വേണ്ടി നിരന്തരം പറഞ്ഞേ പറ്റൂ. അള്ളാഹുവിനോട് ആപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചേ അപേക്ഷിച്ചേ പറ്റൂ. ലാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും ലൗലാ ദുആഉക്കും. നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കാൻ തയ്യാറല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നത്തിൽ ഒരു ലിസ്റ്റിൽ നിങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുന്നില്ല. ഇന്ന് മെഡിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടിയുള്ള പരീക്ഷയുടെ റിസൾട്ട് വന്ന ദിവസമാണ്. എത്രയോ കുട്ടികൾ +2 എഴുതി നമ്മുടെ നാട്ടിൽ ലക്ഷക്കണക്കിന്. പക്ഷെ അതിലിനി MBBSന് എഞ്ചിനീയറിംഗിന് ആർക്കാണ് അഡ്മിഷൻ കിട്ടുക? ഈ ലിസ്റ്റിൽ കയറി വന്ന ആളുകൾക്ക്. എന്തേ ഇവരെ മാത്രം പരിഗണിക്കുന്നത്? അവരാണ് അതിന്റെ അപ്ലിക്കേഷൻ നൽകിയത്, അവരാണ് അതിന്റെ പരീക്ഷ എഴുതിയത്. ഇനി നമ്മുടെ നാട്ടിൽ വേറെ ഏതെങ്കിലും ഒരു നന്നായി പരീക്ഷ പാസ്സായ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് ഇനി അഡ്മിഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സർട്ടിഫിക്കറ്റ് കൊണ്ട് ചെല്ലാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ട്? ആപ്ലിക്കേഷൻ നൽകിയില്ല. ഈ ഒരവസ്ഥ ലാ യഅബഉ ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും. നന്മകൾ കൂട്ടിച്ചേർക്കുവാൻ, തിന്മകൾ മായ്ച്ചു കളയുവാൻ അല്ലാഹു നമ്മുടെ കയ്യിൽ വെച്ച ഇരുതല മൂർച്ചയുള്ള വജ്രായുധം അദ്ദുആ. ലാ യറദ്ദുൽ ഖലാ ഇല്ലാ ബിദ്ദുആ. ആ ദുആയിലേക്ക് ആളുകളെ തിരിച്ചു പിടിക്കാൻ, അങ്ങനെയുള്ള ഒരു അവസ്ഥയുണ്ടാവുവാൻ, ഇങ്ങനെ അള്ളാഹുമായി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ കുറെയൊക്കെ ഈ തക്കാസുറും അവസാനിക്കും. പരസ്പരം ഇങ്ങനെ പെരുമ നടിച്ചുകൊണ്ടുള്ള ഈ പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടുള്ള അവസ്ഥ, അങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് ജീവിക്കുന്ന ആളുകൾക്ക് നന്മയും തിന്മയും ജീവിതത്തിൽ വേറിട്ട് നിർത്തണം എന്നതിനെ കുറിച്ചുള്ള ആശങ്കകളില്ലാതെ പോവുകയാണ്. അത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അതിനുള്ള വഴിമരുന്നും വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ എന്ന് വിശുദ്ധ ഖുർആനിനെ അമർത്തി പഠിപ്പിക്കേണ്ടി വന്നത് അത്തരത്തിലുള്ള മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫ എന്ന ഒരു ആശയം ഭൂമുഖത്ത് പ്രചരിപ്പിച്ചത് കൊണ്ടാണല്ലോ. ഇന്നും അത് പ്രചരിക്കുന്നു. തെറ്റുകൾ കുമിഞ്ഞുകൂടുന്നത് ആരിലാണെന്ന് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. അള്ളാഹുവിനെ കുറിച്ച് തെറ്റ് ചെയ്താൽ അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും എന്ന ബോധമില്ലാത്ത ജാഹിലിയത്ത് നിലനിൽക്കുന്ന മഹല്ലുകളിൽ ഇന്നും തെറ്റുകൾ കുമിഞ്ഞുകൂടുന്നു. തെറ്റുകൾ ആരൊക്കെ ചെയ്താലും ശരി, അതിനൊക്കെ രക്ഷിക്കുവാൻ ഞങ്ങൾക്ക് ചില പിടിവള്ളികളുണ്ട് എന്നത് മതത്തിന്റെ ഭാഗമായി പഠിപ്പിച്ചു കൊടുക്കുന്ന മുല്ലമാരും അതുപോലെ പാതിരിമാരും കൈകാര്യം ചെയ്യുന്ന ഇടങ്ങളിലാണ് തെറ്റുകൾ ഉണ്ടാകുന്നത്. അല്ല, വലാ തസിറു വാസിറത്തും വിസ്റ ഉഖ്റ, ഒരാൾക്കും മറ്റൊരാളുടെ പാപഭാരമേൽക്കാൻ കഴിയില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ ഖണ്ഡിതമായ തീരുമാനം ഖുർആനിന്റെ ഭാഗമായി പഠിപ്പിച്ചു കൊടുക്കാൻ മുവഹിദുകൾക്കെങ്കിലും ആവണം. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ട് നിരാശരാവരുത് നിങ്ങൾ എന്ന വിശുദ്ധ ഖുർആനിന്റെ ആഹ്വാനം. ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന ഒരു അവസ്ഥയുണ്ടായാൽ ഈ ഒരു വിശ്വാസം അല്ലാഹുവാണ് എല്ലാം വിധിച്ചത് എന്നും അള്ളാഹുവിന്റെ കൽപ്പനകൾ എന്താണോ അതാണ് നടപ്പിലാവുക എന്നും മനസ്സിലാക്കിക്കൊണ്ട് സംതൃപ്തമായ ഒരു ജീവിതത്തിലൂടെ മുമ്പോട്ട് പോവുക. അള്ളാഹു എല്ലാം നോക്കി കാണുന്നുണ്ട് എന്നും എന്റെ ജീവിതത്തിലെ തിന്മകൾ എന്റെ ആത്മാവിനെ, എന്റെ നഫ്സിനെ കളങ്കപ്പെടുത്തും എന്ന വിശ്വാസം ഉണ്ടാവുകയും ചെയ്തുകൊണ്ട് കളങ്കരഹിതമായി ജീവിക്കുകയും ചെയ്യുക. വിശ്വാസം, അങ്ങനെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവും. ആ വിശുദ്ധി നരകത്തിൽ നിന്നുള്ള മോചനവും തെറ്റുകുറ്റങ്ങളിൽ നിന്നുള്ള മോചനവും സമ്മാനിക്കും. അതാണ് ഈ സമ്മേളനത്തിന്റെ പ്രമേയമായി കേരള നദ്വത്തുൽ മുജാഹിദീൻ തെരഞ്ഞെടുത്തിരിക്കുന്നത്. വിശ്വാസം, വിശുദ്ധി, വിമോചനം. ഇത് ഇത്തരത്തിലുള്ള ക്യാമ്പുകളിൽ ഇരിക്കുന്ന ആളുകൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള ഒരു സന്ദേശമായി ഏറ്റെടുക്കുകയും റഹിമീനായ തമ്പുരാന്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് മുമ്പോട്ട് ജീവിച്ചു പോവാൻ നമുക്കാവണം. ഇനി നമ്മുടെ ഈ പരിപാടിയുടെ ഭാഗമായി നടക്കേണ്ട ഒരു മഹൽ ചടങ്ങിന് വേണ്ടി ഈ വേദി ഒഴിവാവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ, ആ ഉത്തരവാദിത്തങ്ങൾ യഥോചിതം നിറവേറ്റാനുള്ള ഒരു സന്മനസ് കാണിക്കണം. സമൂഹത്തോട് ഒരുപാട് ബാധ്യതകളുടെ ഇരിക്കുന്ന ആളുകൾക്ക്, സമുദായത്തോട് ഒരുപാട് ബാധ്യതകളുടെ ഇരിക്കുന്ന ആളുകൾക്ക്, നാം വിശ്വസിച്ചു പോയ ഈമാൻ, നാം വിശ്വസിക്കുന്ന ഈമാൻ, നമ്മൾ നമ്മുടെ ജീവനേക്കാൾ വിലമതിക്കുന്ന തൗഹീദും നമ്മെ ഏൽപ്പിച്ച ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങളൊക്കെ നിറവേറ്റാനുള്ള സമയവും സന്മനസ്സുമൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എല്ലാ സദുദ്യമങ്ങളും വിജയിപ്പിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.